നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസുകളിലൊന്നായിരുന്നു ഗ്രീഷ്മയുടെ ഒരു കേസ്. ഗ്രീഷ്മ പ്രതിയായിട്ടുള്ളൊരു കേസാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കഷായം ഗ്രീഷ്മ പ്രതിയായിട്ടുള്ളൊരു കേസാണ്. ആ കഷായം ഗ്രീഷ്മ എന്നുള്ളത് വരാൻ കാര്യം, ഈ ഗ്രീഷ്മ ഷാരോൺ എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് കടുത്ത പ്രണയത്തിലാവുകയും ആ പ്രണയത്തിലായതിന് ശേഷം മറ്റൊരു പട്ടാളക്കാരനുമായിട്ട് കല്യാണം ആലോചന വരികയും ആ പട്ടാളക്കാരനെ കല്യാണം കഴിക്കാൻ അവർ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിന് കൊണ്ട് ഒരു തടസ്സമാകുമെന്ന് വിചാരിച്ച് ഈ ഷാരോണിനെ വളരെ സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തി കഷായം കൊടുത്ത് അവനെ കൊന്നു. എന്ന് പറഞ്ഞാൽ കഷായത്തിൽ പലതരത്തിലുള്ള ഗുളികകളൊക്കെ അരച്ച് ചേർത്ത് അവൻ വലിയ കടുത്ത വേദന അനുഭവിച്ചാണ് ഒരു 11 ദിവസങ്ങളിൽ ആന്തരിക അവയവങ്ങളിലൊക്കെ വിണ്ടുകീറലുണ്ടായി വലിയ കടുത്ത വേദന അനുഭവിച്ചാണ് മരിച്ചുപോയത്. അപ്പോൾ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കൂടുതൽ പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലുള്ള എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ളൊരു കേസാണ്. ഈ പെൺകുട്ടിക്ക് ഏതാണ്ട് 21, 22, 23 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ വളരെ ചെറിയ പ്രായമാണ്. ഏതാണ്ട് ഇതേ പ്രായം തന്നെയായിരുന്നു ഷാരോൺ. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ബഷീർ എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ് വിധി പ്രഖ്യാപിച്ചത്. സെഷൻസ് കോടതി ജഡ്ജിയാണ്. അപ്പോൾ അദ്ദേഹം സാധാരണ ഈ കേസിൻ്റെ എല്ലാ മെറിറ്റുകളുമൊക്കെ പരിശോധിച്ചാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കേസുകളൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു ജീവപര്യന്തത്തിൻ്റെയൊക്കെ ശിക്ഷയെ അർഹിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതേ കൊടുക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതിന് പകരം ഒരു കഠിന ജീവപര്യന്തം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹം ഓപ്റ്റ് ചെയ്തത് ഒരു വധശിക്ഷയാണ്. ഈ ബഷീർ എന്ന് പറയുന്ന ന്യായാധിപൻ ഇതിനു മുമ്പ് തന്നെ ഏതാണ്ട് 3ഓളം വധശിക്ഷകൾ വിധിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ പക്ഷേ റെക്കോർഡ് നമ്മുടെ കമാൽ പാഷ സാറിൻ്റെ പേരിലാണ്. കമാൽ പാഷ സാർ ഏതാണ്ട് 13 കേസുകളിലായിട്ട് 14ഓളം പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ റെക്കോർഡിനി ബഷീർ മറികടക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ വിധി കേട്ടിട്ടുള്ള നാട്ടുകാരൊക്കെയും മാധ്യമങ്ങളും പത്രക്കാരും ഒക്കെ തന്നെ വലിയ സന്തോഷത്തിലായി. കേരളത്തിൽ 35ലധികം വരുന്ന ആളുകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. വധശിക്ഷ ഒന്നും നടപ്പായിട്ടില്ല, നടപ്പാക്കാനും കഴിയില്ല. കാരണം വധശിക്ഷ വിധിച്ചാൽ തന്നെ പിന്നീട് ഹൈക്കോടതി അത് അംഗീകരിക്കണം. ആ ഹൈക്കോടതി അത് അംഗീകരിച്ചാൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുള്ളൂ. അതിന് ശേഷം പോലും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ മിക്കവാറും തന്നെ ഇത് വധശിക്ഷ എന്നുള്ളത് മാറ്റി ജീവപര്യന്തമാകാനാണ് സാധ്യത. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യമൊക്കെ കുറേ ആളുകളെ ഹർഷപുളകിതരാക്കി കേരളത്തിൽ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് നടപ്പാക്കാനൊന്നും പോകുന്നില്ലെന്ന് മിക്ക ബോധമുള്ള ആളുകൾക്കും അറിയാം. പക്ഷേ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ ഒരു കോരിത്തെരിപ്പുണ്ടായി. കാരണം ഒരു പൊതുബോധം മാധ്യമങ്ങളൊക്കെ കൂടി സൃഷ്ടിച്ചത് ഗ്രീഷ്മക്ക് വലിയ തോതിലെതിരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്കൊരു വലിയ സന്തോഷമുണ്ടാക്കി. പക്ഷേ ഈ സന്തോഷം കുറച്ച് കൂടിപ്പോയ ആളുകളുണ്ട്. ആ കൂടിപ്പോയ ആളുകളെന്ന് പറയുന്നത് ചില വഷളന്മാരുണ്ട്. അവരുടെ പേര് മെൻസ് അസോസിയേഷൻ എന്നുള്ളതാണ്. അവർ ആണുങ്ങൾ എവിടെ ഏത് സ്ത്രീകളെ പീഡിപ്പിച്ചാലും ആണുങ്ങളുടെ ഭാഗത്ത് വന്നിട്ട് ഇവർ കിടന്ന് ഒരു പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞാൽ പട്ടികൾ എന്നെ പിടിച്ച് കടിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതിനേക്കാൾ വൃത്തികെട്ട ഷോയാണ് ഇവർ നടത്തുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായ ദിവസം ഇതേ മെൻസ് അസോസിയേഷൻ ആളുകളൊക്കെ വന്ന് അവിടെ നിന്ന് പടക്കം പൊട്ടിക്കുകയും അവിടെ ഞങ്ങൾ ഇവിടെ കിടന്ന് പടക്കം പൊട്ടിക്കും, പോലീസ് വന്നാൽ അറസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് പടക്കമൊക്കെ എടുത്ത് അവരുടെ വണ്ടിയിൽ കൊണ്ടേ പിടിച്ചു വെച്ചു. അപ്പോഴത്തേക്കും ഏതാണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ മുങ്ങി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വളരെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഈ പുങ്കവന്മാർ വീണ്ടും ഒരു പരിപാടി നടത്തി. അതെന്ന് പറഞ്ഞാൽ ഷാരോണിനെ അനുസ്മരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അവർ നടത്താൻ തീരുമാനിച്ചത്. കൂടാതെ ഈ ജഡ്ജിയായിട്ടുള്ള നമ്മുടെ ബഷീറിൻ്റെ ഒരു കട്ടൗട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാലഭിഷേകം കൂടി നടത്താൻ തീരുമാനിച്ചു. ഇത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മരിക്കുമ്പോൾ ഒരാൾ മരണം സംഭവിക്കുമ്പോൾ ചിരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ നേരത്തെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ആ മരണം സംഭവിച്ചത് നടൻ വിജയുടെ കട്ടൗട്ടിൽ ഇതുപോലെ വലിയ ഉയരമുള്ള കട്ടൗട്ടിൻ്റെ മുകളിൽ കയറി ഒരു ഭക്തൻ എന്ന് വിളിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറും ആരാധനയല്ലത്. അതിൻ്റെ മുകളിൽ കയറി ഇതുപോലെ രാവിലെ വെളുപ്പിന് 4 മണിക്കെങ്ങാനും അപ്പുറത്തെ പശുവിനെ കറന്നെടുത്തിട്ടുള്ള പാലും കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് ഒഴിക്കാൻ വന്ന ഒരുത്തൻ താഴേക്ക് വീണ് കുഞ്ചു ഒടിഞ്ഞ് മരിച്ചു പോയിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. ഈ ബഷീറിൻ്റെ കട്ടൗട്ടിൻ്റെ മുമ്പിൽ, ബഷീർ സാറിൻ്റെ കട്ടൗട്ടിൻ്റെ മുകളിൽ പാലഭിഷേകം നടത്താൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. ഇനി ഇതിലേക്കുള്ള ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് കടന്നു വരുന്ന അടുത്ത കഥാപാത്രമാണ്. ആ കഥാപാത്രം എന്ന് പറയുന്നത് ഇവന്മാരൊക്കെ പിന്നെ പോഴന്മാരാണ്, വിഡ്ഢികളാണ്, അതുപോലെയുള്ള പുരുഷന്മാരെ തന്നെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കണാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള വേളത്തരങ്ങളൊക്കെ ആളുകൾ കാണിക്കും, അതൊക്കെ പോട്ടേ നോക്കാം. പക്ഷേ ഈ കൂട്ടത്തിലേക്കാണ് നമ്മുടെ ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗവും സർവോപരി ഭൂലോക മണ്ടനും അലവലാദിയുമായിട്ടുള്ള രാഹുൽ ഈശ്വറിനെയാണ് ഇവർ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ്
ഇതുപോലൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവർ ദിലീപ് അനുകൂലി ആയതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നത് ശാന്തിവിള ദിനേശിനെയാണ്. പക്ഷേ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് നമ്മുടെ രാഹുൽ ഈശ്വറിനെയാണ്. രാഹുൽ ഈശ്വറിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, രാഹുൽ ഈശ്വരൻ മണ്ടറാണെന്നൊക്കെ ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല, അദ്ദേഹം നിയമബിരുദധാരി കൂടിയാണ്. അപ്പം നിയമബിരുദധാരിയും അദ്ദേഹം വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ രാഹുൽ ഈശ്വർ വന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പോലീസുകാർ വന്നിട്ട് ഈ പടക്കമൊക്കെ എടുത്തിട്ട് പോയി. കാരണം പടക്കം, പൂച്ചെണ്ട്, ജണ്ട് മുതലായ ആഹാരങ്ങളൊന്നും ഇവിടെ അണിയിക്കാനോ അതൊന്നും പൊട്ടിക്കാനോ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ കൂടാതെ പാലും കൂടി അവർ എടുത്തിട്ട് പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോലീസുകാരത് ചായ തിളപ്പിച്ച് കുടിക്കുകയാണോ അതോ ബൂസ്റ്റും ഹോർലിക്സും ഇട്ട് കുടിക്കുകയാണോ ഇനി കാപ്പിയാണോ കുടിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതോ ഇനി പാല കൊണ്ട് അവരഭിഷേകം നടത്തുകയാണോ നമുക്കറിയില്ല. എന്തായാലും പോലീസുകാരെ എടുത്തിട്ട് പോയി. ബഷീറിൻ്റെ മുകളിൽ, കട്ടൗട്ടിൻ്റെ മുകളിൽ പാലൊഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ സംസാരിച്ചു. പിന്നെ അടുത്തൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവർ ഇത് ബഷീറിനെ അനുകൂലിക്കുകയും അദ്ദേഹത്തിന് പാലാഭിഷേകം നടത്തുകയും മാത്രമല്ല ഇവർ വിചാരിച്ചിരുന്നത്. ഇവരുടെ ഇടയ്ക്കുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നത് കമാൽ പാഷയുടെ കോലം കത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ കോലം കത്തിക്കണോ എന്ന് ഇവർ ആലോചിച്ചു. പിന്നെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം ഇപ്പുറത്ത് പാലാഭിഷേകവും കൂടി നടത്താമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ഇത് രണ്ടും നടന്നില്ല, പോലീസുകാരെ തടസ്സപ്പെടുത്തി. അപ്പോൾ രാഹുൽ ഈശ്വർ നിന്ന് പ്രസംഗിക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. ആ പ്രസംഗിക്കുന്ന വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇത് ഗ്രീഷ്മക്ക് പകരം ഷാരോണാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ പകരം ഗ്രീഷ്മയെക്കുറിച്ച് വളരെ മോശപ്പെട്ട ചില കമൻറ്റുകൾ നമ്മുടെ കമാൽ പാഷ നടത്തിയതുപോലെ നടത്തിയാൽ ഞാനൊക്കെ അകത്ത് പോവില്ലേ എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. അങ്ങനെ അകത്ത് പോവില്ല രാഹുൽ. അങ്ങനെ അകത്ത് പോകാത്തതുകൊണ്ടാണ് രാഹുൽ ഇപ്പോഴും ഇതുപോലെ തന്നെ പീഡകരുടെയും വേട്ടക്കാരുടെയും ഒക്കെ വക്കീലായി പുറത്ത് നടക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ അതിശയം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഈശ്വറൊക്കെ കാണിക്കുന്ന, ഈ മെൻസ് അസോസിയേഷനൊക്കെ കാണിക്കുന്ന ഇതുപോലെയുള്ള വേളാങ്കിത്തരങ്ങൾക്ക് മിനിറ്റിനും സെക്കൻഡുകൾക്കും വലിയ പണം കൊടുക്കേണ്ട, സാറ്റലൈറ്റ് ചാർജുകൾ കൊടുക്കേണ്ട ചാനലുകൾ എന്തിനാണ് ഈ പറയുന്ന ഒരു കവറേജ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഇനി വ്യൂവർഷിപ്പ് ഉണ്ടായതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഒരു നിലവാരത്തിലേക്ക് ഇവിടുത്തെ വിഷ്വൽ മീഡിയാസൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കയറാൻ വഴി പറ്റാത്ത വലിയ ഗർത്തത്തിലേക്കാണ് നിങ്ങൾ വീണിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ രാഹുലിനെയൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വള്ളിച്ചൂരിൽ വെച്ച് ചന്തിക്ക് 4 പെടപടച്ച് വീട്ടിലേക്ക് വിടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ചെയ്യാത്തത് വലിയ തെറ്റാണ്. ശരിക്കും നമ്മളാർക്കും ചെയ്യാൻ പറ്റില്ല, നിയമം കയ്യിലെടുക്കുന്നതായിപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ മൂത്ത സഹോദരിയോ അമ്മയോ ആരെങ്കിലും ഒക്കെ തന്നെ ചെയ്യേണ്ടതാണ്. നേരത്തെ വർഗീയ വിഷം ചുമക്കുന്ന ചില പരിപാടികളുമായിട്ട് ശബരിമല പ്രക്ഷോഭത്തിനിടക്ക് പുള്ളി വന്നിരുന്നു. ഇതിന് ശേഷം പുള്ളിയുടെ ഇപ്പം സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആൾക്ക് വിജയ് ബാബു പീഡിപ്പിച്ചാലും, ഇനി ദിലീപ് ആണെങ്കിലും നാളെ ആരാണെങ്കിലും ശരി, രാഹുൽ ഈശ്വർ അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബോച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ബോച്ചെ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് പോലും തോന്നിയിട്ടുണ്ടാവും ഇവനെന്ത് വട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് തൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഒരു റീച്ച് കിട്ടാനും ഒക്കെ വേണ്ടി മാത്രമാണ്, അല്ലാതെ അങ്ങനെ സംസാരിക്കണമെന്ന് താല്പര്യമുള്ള ഒരാളല്ല. പക്ഷേ രാഹുൽ ഈശ്വറിനെ സമ്മതിക്കാതെ വയ്യ. ഈ അലവലാതിയെ ചുമക്കുന്ന മെൻസ് അസോസിയേഷൻകാരോട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഇവനെ നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരാളാണെന്ന്. എന്താണെങ്കിലും അങ്ങനെ എൻ്റെ വാക്കുകൾ കേട്ടതിന് വളരെ നന്ദി. പിന്നെ കമാൽ പാഷ ഇവരെല്ലാവരും കൂടി ക്രൂശിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം, കമാൽ പാഷ ഇരുന്നിട്ട് ഈ ഷാരോൺ വെറുതെ പോയതല്ലല്ലോ, പോയത് മോശമായി പോയി, എന്തിനാണ് വീട്ടിലേക്ക് പോയത് എന്നുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും കമാൽ പാഷ തന്നെ ഈ പറയുന്ന ഗ്രീഷ്മക്ക് അനുകൂലമായി സംസാരിച്ചു എന്നും ഷാരോണിനെ അപമാനിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇത് പറയുമ്പോഴും മറ്റൊരു വിചിത്രമായ സംഗതി കൂടിയുണ്ട്. അദ്ദേഹം വധശിക്ഷയെ എതിർത്തുകൊണ്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള സെഷൻസ് കോടതി ജഡ്ജ് ആരാണെന്ന് ചോദിച്ചാൽ അത് കമാൽ പാഷയാണ്. അങ്ങനെ പല വൈരുദ്ധ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും കമാൽ പാഷയെ നമുക്ക് സഹിക്കാം, അതൊന്നും കുഴപ്പമില്ല, അദ്ദേഹം പറയുന്നതിൻ്റെ പേരിൽ ലോജിക്കുണ്ട്. പക്ഷേ ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വേതാളത്തേക്ക് ടെലിവിഷൻ ചർച്ചയ്ക്ക് വിളിക്കുകയും ടെലിവിഷനിൽ വീണ്ടും വീണ്ടും കാണിക്കുകയും മെൻസ് അസോസിയേഷൻ്റെ പരിപാടികൾ കാണിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളെ ഇത് കാണുന്നവർ ബഹിഷ്കരിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.